പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഡാക്കോ കൊക്കുകളെ എങ്ങനെ എളുപ്പത്തിൽ നിർമ്മിക്കാം നമുക്കൊന്ന് കണ്ടു നോക്കാം. 1945 ഹിരോഷിമയിലെ അമേരിക്കയുടെ അണുബോംബ് അക്രമത്തിൽ രക്തസാക്ഷിയാവേണ്ടി വന്ന ജാപ്പനീസ് പെൺകുട്ടിയാണ് സഡാക്കോ സസാക്കി. സഡാക്കോയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഹിരോഷിമയിൽ അണുബോംബിടുന്നത്. അപ്പോൾ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും മാരകമായ അണുവികിരണങ്ങൾ അവൾക്ക് രക്താർബുദം സമ്മാനിച്ചു. 1000 കടലാസ് കൊക്കുകളെ ഉണ്ടാക്കി പ്രാർത്ഥിച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുമെന്ന ഒരു വിശ്വാസം ജപ്പാനിലുണ്ട്. അതുപ്രകാരം രോഗം മാറാനായി സഡാക്കോ ആശുപത്രി കിടക്കയിലിരുന്ന് കടലാസ് കൊക്കുകളെ ഉണ്ടാക്കി. പക്ഷേ 644 കൊക്കുകളെ ഉണ്ടാക്കിയപ്പോഴേക്കും അവൾ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. പിന്നീട് അവളുടെ സുഹൃത്തുക്കൾ ചേർന്ന് 1000 എന്ന എണ്ണം പൂർത്തിയാക്കി ആ കൊക്കുകളെ അവളോടൊപ്പം ദഹിപ്പിച്ചു. അതിനുശേഷം സഡാക്കോയും അവളുടെ ഒറിഗാമി കൊക്കുകളും ലോകസമാധാനത്തിന്റെ പ്രതീകമായി ലോകമെങ്ങും അറിയപ്പെട്ടു തുടങ്ങി. കാരണം ലോകത്തിന് ആകെയും ഒരു പാഠമായിരുന്നു അവളുടെ ജീവിതം. സ്വന്തം ജനനവും മരണവും അവളല്ല തീരുമാനിച്ചത്, പക്ഷേ അവളുടെ വിധി യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു.
കൊക്കുകളെ ഉണ്ടാക്കി ലോക സമാധാനത്തിനായി പ്രാർത്ഥിച്ച സഡാക്കോ എന്ന പെൺകുട്ടിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു. താങ്ക് യു.